പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ നടത്താൻ കഴിയുന്ന ഒരു മനഃശാസ്ത്ര പരീക്ഷണത്തെക്കുറിച്ച് പറയാമെന്ന്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് കുറച്ചധികം വാക്കുകൾ പറയുക. ശ്രദ്ധയോടുകൂടി കേൾക്കാൻ വേണ്ടി പറഞ്ഞിട്ടായിരിക്കണം വാക്കുകൾ പറയേണ്ടത്. വാക്കുകൾ ഇവയാണ്: കിടക്ക, വിശ്രമം, ഉറക്കം, ക്ഷീണം, സ്വപ്നം, പുതപ്പ്, രാത്രി, കൂർക്കം വലി, സമാധാനം. ഇത്രയും വാക്കുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയുക, ശ്രദ്ധയോടുകൂടി കേൾക്കാനും പറയുക. എന്നിട്ടൊരു ചോദ്യം ചോദിക്കണം. ചോദ്യം ഇങ്ങനെ ആയിരിക്കണം: നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകളുടെ കൂട്ടത്തിൽ ഉറക്കം എന്ന വാക്കുണ്ടായിരുന്നോ എന്ന് ചോദിക്കണം. 90% സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഏറിയ പങ്കും ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയും. ശരിയാണ്, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കൂട്ടം വാക്കുകളിൽ ഉറക്കം എന്ന വാക്കുണ്ടായിരുന്നു. നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കേണ്ടത് കട്ടിൽ എന്ന വാക്കുണ്ടായിരുന്നോ എന്ന് ചോദിക്കണം. മിക്കവാറും പേർ കട്ടിൽ എന്ന വാക്കുണ്ടായിരുന്നു എന്ന് പറയും. യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ വാക്കുകളിൽ കട്ടിൽ എന്ന വാക്കുണ്ടായിരുന്നില്ല. പക്ഷേ കട്ടിൽ എന്ന വാക്കുണ്ടായിരുന്നതായി കേൾവിക്കാർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തോന്നും. എന്തുകൊണ്ടാണെന്നറിയാമോ ഇങ്ങനെ സംഭവിക്കുന്നത്? ഉറക്കവുമായി ബന്ധപ്പെട്ട വാക്കുകൾ കേട്ടപ്പോൾ കട്ടിൽ എന്ന വാക്കും ആ ലിസ്റ്റിൽ ഉണ്ടെന്ന് അവരുടെ മസ്തിഷ്കം വിശ്വസിച്ചു. ഇതിനെയാണ് ഫോൾസ് മെമ്മറി ട്രാപ്പ് എന്ന് പറയുന്നത്. സൈക്കോളജിയിൽ ഇതിന് പറയുന്ന പേരാണ് ഫോൾസ് മെമ്മറി ട്രാപ്പ്. നമ്മൾ കേൾക്കാത്ത കാര്യങ്ങൾ പോലും കേട്ടു എന്ന് മസ്തിഷ്കം നമ്മളെ വിശ്വസിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഓർമ്മകൾ സ്ഥിരമായ ഒന്നല്ല. ഓരോ തവണ നമ്മളൊരു കാര്യം ഓർത്തെടുക്കുമ്പോഴും മസ്തിഷ്കം അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. മറ്റൊരാൾ നൽകുന്ന തെറ്റായ സൂചനകളോ ഭാവനയോ സമാനമായ മറ്റു സംഭവങ്ങളോ നമ്മുടെ യഥാർത്ഥ ഓർമ്മയുമായി കൂട്ടിക്കലർത്തിപ്പെടുമ്പോഴാണ് നാം ഈ കെണിയിൽ വീഴുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഫോൾസ് മെമ്മറി ട്രാപ്പ് അഥവാ കെണി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനുള്ളിലെ ഇത്തരം നിഗൂഢമായ രഹസ്യങ്ങൾ ഇനിയുമുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഇത്തരം മനഃശാസ്ത്ര വിഷയങ്ങൾ ലളിതമായി മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സൈലന്റ് ഇൻഫ്ലുവൻസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്.